ഹായ്, നമുക്കിന്ന് പിസ്സ ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ മൈദ വെച്ചിട്ടല്ലായിരുന്നു പിസ്സ ഉണ്ടാക്കിയേ. ഇന്ന് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ബ്രെഡ് വെച്ചിട്ടൊരു പിസ്സ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ 6 കഷ്ണം ബ്രെഡാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ഗ്ലാസ് പാലും 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവേ. വീട്ടിൽ പിസ്സ വേണം എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുന്ന പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമുള്ളൊരു സാധനമാണേ. ഞാൻ മുട്ടയും പാലും മുട്ടയും ഉപ്പും എല്ലാം കൂടെ ബ്രെഡിൻ്റെ അകത്തിട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് ഇളക്കി ഒത്തിരി കുഴഞ്ഞു പോകരുത്. കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത്. വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാവേ. ഈ രീതിയിലാണ് ഞാൻ ഇതാക്കി എടുക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ചെറിയ കഷ്ണങ്ങളുണ്ട്. ബ്രെഡ് മൊത്തത്തിൽ അലിഞ്ഞു പോയിട്ടില്ലേ, അങ്ങനെ. പിന്നെ ഞാൻ പാൽ 1 ഗ്ലാസ് ഫുൾ എടുത്തില്ല കേട്ടോ, 1/2 ഗ്ലാസ് എടുത്തിട്ടുള്ളേ. നമുക്കിനി ഒരു പാൻ അടുപ്പയിലേക്ക് വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും വെച്ച് തടവി കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ ഈ രീതിയിൽ പരത്തിയിട്ടുണ്ട് ദോശക്കല്ലിൽ. എന്നിട്ട് നമുക്കിത് മൂടി വെക്കാവേ. ഈ രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇനി വേഗം തിരിച്ചിട്ട് കൊടുക്കാവേ. ഇവിടെ വറ്റൽമുളക് ഇത് സ്ലൈസ് ചെയ്തും പിന്നെ ടൊമാറ്റോ സോസാണ് എടുത്തേക്കുന്നത്. അത് രണ്ടും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള ചെറു കഷ്ണങ്ങളൊക്കെ ആയിരുന്നു. ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. ഇത് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊക്കത്തോട്ട് ടൊമാറ്റോ സോസും വറ്റൽമുളകിൻ്റെ അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാവേ. നല്ലോണം പരത്തിയതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ഓരോന്നോരോന്നായിട്ട് മുകളിലൂടെ നിരത്തി കൊടുക്കാം. ഞാൻ ഈ രീതിയിൽ വെജിറ്റബിളെല്ലാം ഇട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ചീസ് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇത് ചിക്കൻ ഉണ്ട്, നല്ലതാണ്. എൻ്റെ അടുത്ത് ചിക്കൻ ഇല്ല, അല്ലെങ്കിൽ ചിക്കൻ ചെറുതായിട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ നമുക്ക് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാവേ. ഈ രീതിയിൽ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തീ ഓഫാക്കിയായിരുന്നേ. ഇനി നമുക്കൊന്ന് കത്തിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാവേ. അപ്പം നല്ല രീതിയിലായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം. നല്ല ചീസൊക്കെ നല്ല മെൽറ്റായി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായവും കൂടെ നോക്കാവേ. കുട്ടിപ്പട്ടാളങ്ങൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാവേ. ഉണ്ടോ, പച്ചക്കറി തന്നെ തിരിഞ്ഞു വെക്കുന്നുണ്ട് ഒരു കുഞ്ഞിപ്പാറ്റ. കുഞ്ഞാപ്പൂ തിന്നിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ്. അപ്പം തിന്നിട്ട് സൂപ്പറാണോ? ആണോ? നമ്മൾ ഭയങ്കര രൂപ വരുമ്പം തിന്നാക്കൂട്ടാ. എൻ്റെ താഴെ പോയില്ലേ പാത്രം? ചേച്ചിമാരെ എടുത്ത് കൊടുത്തടി. നീ പറഞ്ഞേ എല്ലാവർക്കും ടാറ്റയും ഉമ്മയും പറഞ്ഞേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കുഞ്ഞാപ്പൂ ഒരു ഉമ്മ കൊടുത്തടി. ഉണ്ടോ, ഒരെണ്ണം കണ്ടോ പച്ചക്കറി തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഞാൻ പച്ചക്കറി എങ്കിലും എങ്ങനെയെങ്കിലും തിന്നട്ടെ എന്നും കണ്ടാണ് ഞാൻ ആക്കി കൊടുത്തു. അന്നേരം നോക്കിക്ക്. നാളെ മിന്നുവിനെ അംഗൻവാടി പോകുമ്പോൾ ടീച്ചർ പിടിച്ചോളൂ കേട്ടോ മിന്നുട്ടി. ടീച്ചർ കാണുവേ.